നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ ഇലന്തൂർ നരബലി കേസിൽ എന്തായിരിക്കും പ്രതികൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ? പത്മ, റോസ്ലി എന്നീ സ്ത്രീകളെ പൈശാചികമായി കൊത്തി നുറുക്കിയ കേസിലെ പ്രതികളായ പെരുമ്പാവൂർ വേങ്ങോല വേഴപ്പിള്ളി മുഹമ്മദ് ഷാഫി, നാട്ടുവൈദ്യൻ, പത്തനംതിട്ട ഇലന്തൂർ കടകംപള്ളി വീട്ടിൽ ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈല എന്നിവർക്ക് ലഭിക്കുക വധശിക്ഷയോ? കേരളം സാക്ഷ്യം വഹിച്ച അതിഭീകരമായ കൊലകൾ നടത്തിയ പ്രതികൾക്ക് ഏറ്റവും അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നത് പത്മയുടെ കൊലയിലുള്ള വിചാരണയാണ്. റോസിയെ അരുംകൊല ചെയ്ത കേസിൽ അടുത്തയാഴ്ച വിചാരണ തുടങ്ങും. 2 കേസുകളിലും പ്രത്യേകം ശിക്ഷ വിധിക്കുമ്പോൾ ഇനി ഒരിക്കലും പ്രതികൾ പുറംലോകം കാണാൻ ഇടവരരുത് എന്നാണ് പൊതുജനം ആഗ്രഹിക്കുന്നത്. തമിഴ്നാട് സേലം ധർമ്മപുരി സ്വദേശിനി, എറണാകുളം ഫാത്തിമ മാതാ പള്ളി റോഡിലെ ഒറ്റമുറി വീട്ടിലെ താമസക്കാരിയുമായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരി പത്മയെ ബലി നൽകി എന്ന കേസിലാണ് വിചാരണ തുടങ്ങിയിരിക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയായിരുന്നു ഇലന്തൂരിലെ വീട്ടിൽ നരബലി. കാലടി മറ്റൂരിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ആലപ്പുഴ കൈനടി സ്വദേശി റോസ്ലിയെ ബലി കൊടുത്ത കേസിൽ വ്യാഴാഴ്ച വിചാരണ തുടങ്ങും. 4 വർഷമായി ജയിലിൽ കഴിയുന്ന പ്രതികളെ പത്മയുടെ കൊലക്കേസ് വിചാരണയുടെ തുടക്കത്തിൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 2022 ഒക്ടോബർ 27-ന് കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത തിരോധാന കേസാണ് പിന്നീട് കേരളത്തെ നടുക്കിയ കൊലക്കേസായി മാറിയത്. വീട്ടിൽ ഐശ്വര്യം ലഭിക്കാനായി ആഭിചാര പൂജകൾക്കിടെയായിരുന്നു നരബലികൾ രണ്ടും നടന്നത്. 15 ലക്ഷം രൂപ പ്രതിഫലം നൽകി സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് പത്തനംതിട്ടയിലെ ഇലന്തൂരിലെത്തിച്ച പത്മയെയും റോസ്ലിയെയും വിവസ്ത്രരാക്കി കഴുത്തറുത്ത് ബലിയർപ്പിക്കുകയായിരുന്നു. 2022 ഒക്ടോബർ 11-നാണ് ഇലന്തൂരിലെ നരബലി പുറംലോകം അറിഞ്ഞത്. എറണാകുളത്തെ ലോട്ടറി വിൽപ്പനക്കാരായ റോസ്ലിനെയും പത്മയെയും മുഹമ്മദ് ഷാഫി തന്ത്രപൂർവ്വം ഇലന്തൂരിലെ തിരുമുകാരനായ ഭഗവത് സിംഗിന്റെയും വീട്ടിലെത്തിച്ച മൂവരും ചേർന്ന് ബലി കൊടുക്കുകയായിരുന്നു. നാട്ടിലെ സജീവ CPM പ്രവർത്തകനായിരുന്ന ഭഗവത് സിംഗിന്റെ മന്ത്രവാദ മുഖം കണ്ട് എന്ന് ലോകം നടുങ്ങി. കൊലപാതകത്തിന് ശേഷം മൃതദേഹം മൂവരും ഭക്ഷിക്കുക മാത്രമല്ല, പിന്നീട് ഭക്ഷിക്കാനായി ഭാഗങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിലൂടെയാണ് മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും ദുർമന്ത്രവാദത്തിന്റെ ലോകത്തേക്ക് നയിച്ചത്. അവിടെ നിന്നാണ് നരബലിയിലേക്ക് എത്തിയത്. പൂജയുടെ ഭാഗമായി ഭഗവത് സിംഗിന്റെ സാന്നിധ്യത്തിൽ ഷാഫി ലൈലയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായുള്ള വെളിപ്പെടുത്തലും ഉണ്ടായി. ഇരകളുടെ സ്വകാര്യ ഭാഗങ്ങൾ കുത്തിക്കീറി രക്തം വീടിനു ചുറ്റും തളിക്കുകയായിരുന്നു. പത്മയുടെ കൊലപാതക കേസിൽ 166 സാക്ഷികളും 147 തെളിവുകളും 307 തെളിവ് രേഖകളും അടങ്ങിയ 1600 പേജുകളുള്ള കുറ്റപത്രം 2023 ജനുവരിയിലാണ് സമർപ്പിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. മുഹമ്മദ് ഷാഫിയാണ് 1-ാം പ്രതി. ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവർ 2ഉം 3ഉം പ്രതികൾ. 2022 സെപ്റ്റംബർ 16-നാണ് പത്മയെ ഇലന്തൂരിലെത്തിച്ച് കൊലപ്പെടുത്തിയത്. അതിക്രൂരമായി കൊന്ന ശേഷം 56 കഷണങ്ങളാക്കി ഭഗവത് സിംഗിന്റെ ഇലന്തൂരിലെ പുരയിടത്തിൽ കുഴിച്ചു മൂടുകയായിരുന്നു. റോസ്ലിയുടെ അസ്ഥികൂടം മാത്രമാണ് തെളിവായി ലഭിച്ചത്. പത്മയെ കാണാതായതിനെ തുടർന്ന് കടവന്ത്ര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരട്ട നരബലിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. പത്മയുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കടവന്ത്ര പോലീസിനെ ഇലന്തൂരിലെത്തിച്ചത്. ഫേസ്ബുക്കിൽ ശ്രീദേവി എന്ന പേരിൽ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച ഷാഫി ഐശ്വര്യത്തിനും സമ്പദ് സമൃദ്ധിക്കും വേണ്ടി പൂജ നടത്താൻ ബന്ധപ്പെടുക എന്ന് കുറിപ്പിട്ടിരുന്നു. ഇത് കണ്ടാണ് ഹൈക്കു കവി കൂടിയായ ഭഗവത് സിംഗ് ബന്ധപ്പെട്ടത്. വ്യാജ പ്രൊഫൈലിൽ നിന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് ഭഗവത് സിംഗുമായി സൗഹൃദം സ്ഥാപിച്ച് വിശ്വാസം നേടിയെടുത്തു. സമ്പദ് സമൃദ്ധിക്കായി പൂജ നടത്തിയാൽ മതിയെന്നും മന്ത്രവാദം ചെയ്യുന്ന ഒരാളെ പരിചയമുണ്ടെന്നും ഭഗവത് സിംഗിനെ വിശ്വസിപ്പിച്ചു. മന്ത്രവാദിയുടേതെന്ന പേരിൽ ഷാഫി സ്വന്തം ഫോൺ നമ്പർ നൽകി. ശ്രീദേവി വിശദീകരിച്ചത് വിശ്വസിച്ചാണ് ഭഗവത് സിംഗും ലൈലയും ഷാഫിയുമായി സംസാരിക്കുന്നതും പൂജയ്ക്ക് വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും. ദോഷം മാറാൻ നരബലി വേണമെന്ന് ഇവരെ വിശ്വസിപ്പിച്ച് പണം കൈക്കലാക്കുകയായിരുന്നു. 2022 ജൂൺ 7-ന് റോസ്ലിയെയാണ് ആദ്യം വകവരുത്തിയത്. മുജ്ജന്മ പാപം തീർന്നില്ല എന്ന് ദമ്പതികളെ പറഞ്ഞു വിശ്വസിപ്പിച്ച സെപ്റ്റംബർ 26-ന് പത്മത്തെയും എത്തിച്ച ബലി നൽകി. തലയറുത്ത് കൊലപ്പെടുത്തിയ ശേഷം കൈകാലുകളും മറ്റും വെട്ടി മാറ്റി ഭാഗങ്ങൾ ഭഗവത് സിംഗിന്റെ വീടിന് സമീപം കുഴിച്ചിട്ടു. പത്മത്തെ കാണാനില്ല എന്ന് സഹോദരിയും മകനും നൽകിയ പരാതിയെ തുടർന്ന് കടവന്ത്ര പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ പുറത്തുവന്നത്. റോസ്ലിയുടെ മകൾ കാലടി പോലീസിലും പരാതി നൽകിയിരുന്നു. പത്മവും റോസ്ലിയും പരിചയക്കാരായിരുന്നു. ആദ്യ നരബലിയിൽ പ്രതികൾ മൂവരും മനുഷ്യമാംസം ഭക്ഷിച്ചിരുന്നു.